തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രമായ ചിലിയുടെ പുതിയ പ്രസിഡന്റായി തീവ്ര വലതുപക്ഷ നേതാവും ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയുമായ ജോസ് ആന്റോണിയോ കാസ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ക്രൈസ്തവ ദേശീയതയ്ക്കും തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്കും അതിശക്തമായ ഉണർവായി മാറിയിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ജോസ് കാസ്റ്റ്. ചിലിയുടെ ഇലക്ട്രൽ സർവീസിന്റെ കണക്കനുസരിച്ച് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 99.33% വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ അതിൽ 58.18% വോട്ടുകളും സ്വന്തമാക്കിയാണ് ഇദ്ദേഹം വിജയിച്ചത്. അനധികൃത കുടിയേറ്റത്തെയും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് കടവിരുദ്ധമായ ലിബറൽ നയങ്ങളെയും ആവോളം പ്രോത്സാഹിപ്പിച്ചിരുന്ന ചിലിയിലെ ഭരണകക്ഷിയായിരുന്ന ഇടതുപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജീനറ്റ് ജാരയ്ക്ക് ലഭിച്ചത് കേവലം 41.82% വോട്ടുകൾ മാത്രമായിരുന്നു. ചിലിയുടെ ജനാധിപത്യ സർക്കാരുകളുടെ തിരഞ്ഞെടുപ്പ് കാലം മുതൽ അമേരിക്കയുടെ കൃത്യമായ പിന്തുണയും സ്വാധീനവും അവിടെ ഉണ്ടായിരുന്നു. ക്രൈസ്തവികതയും ഫാർ റൈറ്റ് നിലപാടുകളും ഉയർത്തിപ്പിടിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ശക്തമായ സ്വാധീനം കാസ്റ്റിന്റെ വിജയത്തിൽ നിർണായകമായി പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുൻപും ഇടത് സർക്കാരുകൾ അട്ടിമറിച്ച് തീവ്ര വലതുപക്ഷക്കാർ അധികാരത്തിലെത്തിയിട്ടുള്ള ചിലിയിൽ ഇക്കുറി ജോസ് കാസ്റ്റോ നേടിയ വിജയത്തിന് പത്തരമാറ്റ് തിളക്കമാണുള്ളത്. കാരണം കഴിഞ്ഞ നവംബർ 16 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തന്റെ എതിരാളിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി ജീനറ്റ് ജാരയോട് 2.9 വോട്ടിന് പരാജയപ്പെട്ടയാളായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ജോസ് കാസ്റ്റ്. 1966 സാന്റിയാഗോയിൽ ജനിച്ച കാസ്റ്റ് അഭിഭാഷകനും പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനുമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് തുടർച്ചയായി 4 തവണ സിറ്റി കൗൺസിലറായും ചേംബർ ഓഫ് ഡെപ്യൂട്ടി അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം മുൻപ് 3 തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായ കാസ്റ്റ് ഷോൺസ്റ്റാറ്റ് അപ്പോസ്തോലിക് പ്രസ്ഥാനത്തിൽ അംഗമാണ്. കാലങ്ങളായി ഇൻഡിപെൻഡന്റ് ഡെമോക്രാറ്റിക് യൂണിയനിലെ അംഗമായ കാസ്റ്റ് തൻ്റെ തീവ്ര രാഷ്ട്രീയ നിലപാടുകളെ സ്വയം അടയാളപ്പെടുത്തുന്നത് രാഷ്ട്രീയ സ്പെക്ട്രത്തിന്റെ വലതുപക്ഷത്തുള്ളവൻ എന്നാണ്. 2017 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം റിപ്പബ്ലിക്കൻ ആക്ഷൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. നിലവിലെ റിപ്പബ്ലിക്കൻ പാർട്ടി 2019 അദ്ദേഹം സ്ഥാപിച്ചതായിരുന്നു. അമേരിക്കൻ റിപ്പബ്ലിക്കുകളെ പോലെ തന്നെ ഭ്രൂണഹത്യ, കുടിയേറ്റ പ്രതിസന്ധി എന്നിവയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കാസ്റ്റിന്റെ സർക്കാരിനുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഗർഭധാരണം മുതൽ മരണം വരെയുള്ള സ്വാഭാവിക ജീവിതത്തിന് ശക്തമായ പിന്തുണയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളിലും അക്രമങ്ങളിലും രാജ്യം അനുഭവിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ വലിയ ഒഴുക്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നായിരുന്നു കാസ്റ്റിന്റെ പ്രചാരണം. ചിലിയിൽ നിയമപരമായ പദവിയില്ലാത്ത 3,36,000 കുടിയേറ്റക്കാർ സ്വമേധയാ അവരുടെ ജന്മദേശങ്ങളിലേക്ക് മടങ്ങി പോകണമെന്നും വേണ്ടിവന്നാൽ അവർക്ക് മടക്ക ടിക്കറ്റ് എടുത്തു കൊടുക്കാമെന്നും അതിൻ്റെ ചിലവ് സംഭാവന നൽകുകയും ചെയ്യാമെന്നും പ്രസ്താവിച്ചിരിക്കുകയാണ്. തൻ്റെ കാലാവധി ആരംഭിക്കുന്നതിന് മുൻപ് ഇത്തരക്കാർ സ്വമേധയാ പോയില്ല എങ്കിൽ പണി പാളുമെന്നും കനത്ത ശിക്ഷകൾ ചുമത്തുമെന്നും കാസ്റ്റ് ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരായാലും സ്വമേധയാ പോയില്ല എങ്കിൽ അവരെ കണ്ടെത്തി നാട് കടത്തേണ്ടി വരുമെന്നും അങ്ങനെ വന്നാൽ അവരെ ഇനി ഒരിക്കലും ചിലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള കർശന നിലപാടുകളാണ് കാസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിനെതിരെ സഭയിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉണ്ടായിട്ടും ക്രിമിനൽ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിലിയിലെ കുടിയേറ്റ സാഹചര്യം കൂടുതൽ വഷളാക്കിയെന്നും ഇത്തരക്കാർ കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും ആളുകളെ ചൂഷണം ചെയ്യുകയും മറ്റുള്ളവരെ പണം നൽകി ചിലിയിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതരാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും തൻ്റെ വാഗ്ദാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. നമ്മുടെ കൂടെ ദൈവമില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നമുക്ക് സാധ്യമാകുമായിരുന്നില്ല എന്നും അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നും രാജ്യത്തിൻ്റെ ഭരണമെന്ന ഈ വെല്ലുവിളിയെ എല്ലായ്പ്പോഴും നേരിടുവാൻ കർത്താവ് തനിക്ക് ജ്ഞാനം, ആത്മനിയന്ത്രണം, ശക്തി എന്നിവ നൽകുമെന്നും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന കാസ്റ്റ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇവിടെ ജയിച്ചത് ഒരു വ്യക്തിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോമല്ല, മറിച്ച് ചിലിയാണ് വിജയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭയമില്ലാതെ ജീവിക്കാവുന്ന പ്രതീക്ഷയാണ് വിജയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും രാജ്യത്തെ ജനങ്ങളിൽ പ്രകടമായ തിരിച്ചറിവ് കാസ്റ്റിന്റെ ഭരണത്തിൽ ശക്തമായി തന്നെ പ്രതിഫലിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.